എം തിയറി പാർട്ട് 4. കഴിഞ്ഞ പോസ്റ്റിങ്സിൽ വെക്ടർ അനാലിസിസ് എം തിയറിക്ക് ആവശ്യമുള്ള ബേസിക് കോൺസെപ്റ്റും എൻ്റെ തിയറംസും പറഞ്ഞു. ഇത് നമുക്ക് ഫീൽഡ് തിയറിയിലോട്ട് കിടക്കാം. ബേസിക്സ് കുറച്ച് താഴത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതൊക്കെ തലയിലുണ്ടാവും. ഞാൻ ഇടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമുക്ക് ഷോർട്ട് കട്ടിൽ കൂടെ പോകാം. ആദ്യം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചാർജ് ഒരു സ്പേസിൽ കൊണ്ട് വെക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൾഷനോ അനുഭവപ്പെടുന്നെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡാണ്. ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് എൻറ്റൈറ്റി പറയണമെന്ന് ആ ഫീൽഡ് സൃഷ്ടിച്ച ചാർജ്, ഫീൽഡ് ക്രിയേറ്റിംഗ് ചാർജ് എന്ന് പറയും. അതൊരു സിംഗിൾ ചാർജ് ആവാം, ഒരു കളക്ഷൻ ഓഫ് ചാർജസ് ആവാം, പലതും പല രീതിയിലുള്ള ചാർജ് കോൺഫിഗറേഷൻസ് ഉണ്ട്. രണ്ട്, ഈ ചാർജിനെ പറ്റി പഠിക്കാൻ വേണ്ടി നമുക്കൊരു പ്രോബ് വേണം. ഒരു സ്ഥലത്തെ ചാർജ് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്, ഡയറക്ഷൻ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു പ്രോബ് വേണം. അത് സാധാരണ ഇൻ്റർനാഷണലായിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു പോസിറ്റീവ് ചാർജ്, മാഗ്നിറ്റ്യൂഡ് വളരെ കുറവുള്ള ഒരു പോസിറ്റീവ് ചാർജാണ് ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റ് ചാർജ് എവിടെയെങ്കിലും കൊണ്ടുവെക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഫോഴ്സ് മനസ്സിലാക്കി അതിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കി നമുക്ക് അവിടുത്തെ ഫീൽഡിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഈ ടെസ്റ്റ് ചാർജ് ഒരു ഫീൽഡ് ക്രിയേറ്റിംഗ് ചാർജിൻ്റെ പരിസരത്ത് കൊണ്ടുവെക്കുമ്പോൾ ഇത് ഏത് ലൈനിൽ കൂടെ ഒന്നിൽ അട്രാക്റ്റ് ചെയ്യപ്പെടും. പോസിറ്റീവ് ചാർജാണ് ഫീൽഡ് ക്രിയേറ്റിംഗ് ചാർജ് എങ്കിൽ ടെസ്റ്റ് ചാർജിനെ ഇത് റിപ്പൽ ചെയ്യും. ഫീൽഡ് ക്രിയേറ്റിംഗ് ചാർജ് നെഗറ്റീവ് ചാർജാണ്, ടെസ്റ്റ് ചാർജിനെ ഇത് അട്രാക്റ്റ് ചെയ്യും. ഏതായാലും അട്രാക്ഷൻ റിപ്പൾഷൻ ഉണ്ട്. അപ്പോൾ ഈ ടെസ്റ്റ് ചാർജ് ഫ്രീ ആയതുകൊണ്ട് ഇത് അകലേക്ക് മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ അടുത്തേക്കോ വരികയോ ചെയ്യും. ഏതൊരു പ്രത്യേക പാതയിൽ കൂടെ ആയിരിക്കുമല്ലോ ചലിക്കുന്നത്. ഈ ചലനപാതയ്ക്ക് ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് വിളിക്കുക. ഇപ്പോൾ പോസിറ്റീവ് ചാർജ് ഫീൽഡ് ക്രിയേറ്റിംഗ് ചാർജ് എങ്കിൽ ഈ ലൈൻ ഓഫ് ഫോഴ്സ് ഈ പോസിറ്റീവ് ചാർജിൽ നിന്ന് അകലേക്ക് പോവുക. റിപ്പൾഷൻ മൂലം ടെസ്റ്റ് ചാർജ് അകന്ന് പോവല്ലേ. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് ടുവേഴ്സ് ദി ചാർജ്. ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് വെറുതെ പറഞ്ഞതുകൊണ്ടായില്ല, അതിനെ നമുക്ക് ഇൻറ്റൻസിറ്റി ഒരു മെഷറായിട്ട് തിരഞ്ഞെടുക്കണം. അതിനു വേണ്ടി ഒരു സ്കെയിൽ ഉണ്ടാക്കണം. ഒരു ചാർജിൽ നിന്നും ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ലൈൻസ് നമുക്ക് സങ്കല്പിക്കാം. അതുകൊണ്ടായില്ലല്ലോ. ഇതിനൊരു ലിമിറ്റ് വേണം, ഒരു നിയന്ത്രണം വേണം. അപ്പോൾ ഇൻ്റർനാഷണലായിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു കുളമ്പ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിൽ നിന്നും 1/ε0 ലൈൻസ് ഇറങ്ങിപ്പോകുന്നു, പുറപ്പെടുന്നു, ഒറിജിനേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു സ്കെയിൽ എടുക്കുക. ε0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, അതിൻ്റെ വാല്യൂ 10⁻⁹ π ഫാരഡ് പെർ മീറ്റർ. അപ്പോൾ 1/ε0 എത്രയാണോ അത്രയും ലൈൻസ് ഒരു കുളമ്പ് ചാർജിൽ നിന്ന്, ഒരു കുളമ്പ് പോസിറ്റീവ് ചാർജിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു എന്നങ്ങ് സ്കെയിൽ എടുക്കുന്നു. എങ്കിൽ ക്യൂ കുളമ്പ് ചാർജിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന ലൈൻസിൻ്റെ എണ്ണം 1/ε0 ഇൻറ്റു ക്യൂ. ഒന്നിന് 1/ε0 എങ്കിൽ ക്യൂ കുളമ്പിന് ക്യൂ ഇൻറ്റു 1/ε0. ഈ ലൈൻസ് നെഗറ്റീവ് ചാർജാണ്, ഒരു കുളമ്പ് നെഗറ്റീവ് ചാർജാണ്. ഇത്രയും ലൈൻസ് ഈ നെഗറ്റീവ് ചാർജിലേക്ക് ചെന്ന് കയറുന്നു. നെഗറ്റീവ് ഡൈവേർജൻസ് അവിടെ. പോസിറ്റീവ് ചാർജ് പോസിറ്റീവ്, അതിൽ നിന്നും ഇറങ്ങിപ്പോവാം. നമ്മൾ ഡൈവേർജൻസ് തിയറി കണ്ടല്ലോ, സംതിങ് ഈസ് ഗോയിങ് ഔട്ട്. ഇനി ഇതിപ്പോൾ ഒരു പോയിൻ്റ് ചാർജാണ്, ക്യൂ കുളമ്പ് പോയിൻ്റ് ചാർജ്. ഇതിൽ നിന്നും പുറത്തിറങ്ങുന്ന ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ എണ്ണം 1/ε0 ഇൻറ്റു ക്യൂ. ഒരു കുളമ്പിന് 1/ε0 എങ്കിൽ ക്യൂ കുളമ്പിന് ഇത്രയും. ഇതിന് ചുറ്റും ഏത് സർഫസ്, ഒരു ക്ലോസ്ഡ് സർഫസ് എവിടെ വരച്ചാലും ഈ ലൈൻസ് എല്ലാം ആ സർഫസിൽ കൂടെ കടന്നേ പോകാനൊക്കൂ. അപ്പോൾ ഇതിന് ചുറ്റും ഏത് ക്ലോസ് സർഫസ് വരച്ചാലും ആ സർഫസിനെ ക്രോസ് ചെയ്യുന്ന ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ എണ്ണം ഇത് തന്നെയാണ്. ഒരു സർഫസിനെ ലൈൻസ് ഓഫ് ഫോഴ്സ് ക്രോസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ പേര് മാറ്റി പറയും, ഫ്ലക്സ് എന്നങ്ങ് പേര് കൊടുക്കുക, ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് തന്നെയാണ്. സർഫസിനെ ക്രോസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പേരങ്ങ് മാറ്റി ഫ്ലക്സ് എന്നാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി
അപ്പോൾ ചുരുക്കത്തിൽ ഇലക്ട്രിക് ഫ്ലക്സ് ഒറിജിനേറ്റിംഗ് ഫ്രം എ പോയിന്റ് ക്യൂ ഈസ് psi E ഈക്വൽസ് 1/ε0 ഇൻറ്റു ക്യൂ. ഇനി നമുക്ക് കുളംസ് ലോ അനുസരിച്ച് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ക്യൂ ഈസ് E ഈക്വൽസ് 1/4πε0 ഇൻറ്റു Q/r², വേർ ആർ ഈസ് എ ഡിസ്റ്റൻസ് ഫ്രം ദി ചാർജ് ക്യൂ. ഇത് ഇങ്ങനെ എഴുതാമല്ലോ. ദിസ് ഈസ് ഈക്വൽ ടു 1/Q/ε0 ഇൻറ്റു 1/4πr². Q/ε0 എന്ന് പറഞ്ഞാൽ psi E ബൈ 4πr² എന്ന് പറഞ്ഞാൽ 6 റേഡിയസ് ഉള്ളൊരു സ്ഫെറിക്കൽ സർഫസിൻ്റെ ഏരിയ. അപ്പോൾ ചുരുക്കത്തിൽ ഇൻറ്റൻസിറ്റി അറ്റ് ഡിസ്റ്റൻസ് R is numerically equal to total flux crossing the surface divided by area of the surface. Something per unit area. അതിനൊക്കെ ഡെൻസിറ്റി എന്നാണ് വിളിക്കുക. അപ്പോൾ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിക്ക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നും പേര് പറയാം. ടോട്ടൽ ഫ്ലക്സ് ബൈ സർഫസ് ഏരിയ ഓർ E ഇൻറ്റു A ഈക്വൽസ് psi E. അപ്പോൾ ഇൻറ്റൻസിറ്റി മറ്റൊരു ഭാഷ ജോമെട്രിക്കൽ ലാംഗ്വേജ് പറഞ്ഞാൽ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയാം. ഈ പറയാന്ന് പറഞ്ഞാൽ ന്യൂമറിക്കലി ഈക്വലാണ്. നമ്മൾ ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരു സങ്കല്പം, ശുദ്ധമായ സങ്കല്പം, അങ്ങനെ ഒരു സംഗതിയില്ല. അത് നമ്മൾ കാൽക്കുലേഷന് വേണ്ടി മെനഞ്ഞെടുത്തിരിക്കുന്നത്. എങ്കിൽ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലൈൻസ് ബൈ ഏരിയ. ഇതിൽ സർഫസിന് ചരിഞ്ഞാണ് ഫീൽഡ് ഡയറക്ഷൻ എങ്കിൽ ഈ സർഫസിൻ്റെ പെർപെൻഡിക്കുലർ വരച്ചാൽ പെർപെൻഡിക്കുലറിൽ കൂടി ഒരു കമ്പോണൻ്റ് എടുക്കാം, E cos തീറ്റ, വെർ തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ E ആൻഡ് ദി ഔട്ട്വേർഡ് നോർമൽ. ഞാൻ ആക്ടിങ് വെക്ടർ ഏരിയ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞല്ലോ, അതിനിടയ്ക്കുള്ള ആംഗിൾ തീറ്റ എങ്കിൽ ഈ നോർമലി കൂടുള്ള ഈയുടെ കമ്പോണൻ്റ് E cos തീറ്റ എങ്കിൽ നോർമൽ ഫ്ലക്സ് E cos തീറ്റ ഇൻറ്റു DS, ഈ DS E ഇൻറ്റു ഏരിയ. അപ്പോൾ ഈ DS cos തീറ്റ എന്ന് എവിടെ കണ്ടാൽ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദി നോർമൽ ഇലക്ട്രിക് ഫ്ലക്സ്. എപ്പോഴും നോർമൽ എന്ന് പറയേണ്ട കാര്യമില്ല. ഇലക്ട്രിക് ഫ്ലക്സ് ക്രോസിങ് ദി സർഫസ് DS എന്നർത്ഥം. അത് വെക്ടറിൽ പറഞ്ഞാൽ E ഡോട്ട് DS ഏരിയ വെക്ടറാക്കി പറയാമെന്ന് പറഞ്ഞല്ലോ, ഇൻറ്റൻസിറ്റി വെക്ടറാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇലക്ട്രിക് ഫ്ലക്സ് crossing a surface DS in an electric field d psi equals E dot DS. ഈ നോർമലി കൂടെ തന്നെയാണ് തീറ്റ 0 അപ്പോൾ വെറുതെ E DS എന്ന് അങ്ങ് എടുത്താൽ മതി, E ഇൻറ്റു ഏരിയ. ജനറലായിട്ട് E DS cos തീറ്റ ഓർ E DS. ഇനി ഇൻറ്റൻസിറ്റിയുടെ ഒരു ന്യൂട്ടൺ പെർ കുളം, ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കുളമ്പാണ്. ഇൻറ്റൻസിറ്റി 1 ന്യൂട്ടൺ പെർ കുളമ്പ് എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ മീറ്റർ ഏരിയയിൽ കൂടി ഒരു ലൈൻ കടന്നു പോകുന്നു എന്നർത്ഥം. അപ്പോൾ ഈ ന്യൂട്ടൺ പെർ കുളമ്പ് എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ മീറ്റർ ഏരിയ കൂടെ ഈ നമ്പർ ഓഫ് ലൈൻസ് കടന്നു പോകുന്നു എന്നർത്ഥം. ഇപ്പോൾ 10 ന്യൂട്ടൺ പെർ കുളമ്പ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ 10 ലൈൻസ് യൂണിറ്റ് ഏരിയ കൂടെ കടന്നു പോകുന്നു എന്നാണ്. അപ്പം ജോമെട്രിക്കലായിട്ട് ഈയുടെ സാധാരണ ഈയുടെ ഫോർമുല F/Q, ഫോഴ്സ് പെർ യൂണിറ്റ് ആണ്. അവിടെ ന്യൂട്ടൺ പെർ കുളം. ഈ ലൈൻസിൻ്റെ എണ്ണം വെച്ച് പറഞ്ഞാൽ 1 ലൈൻ പെർ യൂണിറ്റ് ഏരിയ 1 ന്യൂട്ടൺ പെർ കുളം. ഇപ്പോൾ 10 ന്യൂട്ടൺ പെർ കുളം 10 ലൈൻസ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ ഇത് ജോമെട്രിക്കൽ കോൺസെപ്റ്റ്. ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് ശുദ്ധമായിട്ട് ഐഡിയലാണ്, സങ്കല്പമാണ്. അതിനെ നമ്മൾ ഇതുമായിട്ടൊന്ന് ബന്ധിപ്പിക്കുക ചർച്ചയുടെ സൗകര്യത്തിന് വേണ്ടി. ഇനി പുതിയൊരു ക്വാണ്ടിറ്റി എന്നെടുക്കുക. ഈ ഇക്വേഷൻ E ഈക്വൽസ് 1/4πε0 Q/r². അതിന് ε0 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ ε0 ഇൻറ്റു E ഈക്വൽസ് 1/4π ഇൻറ്റു Q/r². ε0 ഇൻറ്റു E എന്നുള്ളത് നമ്മൾ D എന്നൊരു സിമ്പലം കൊടുക്കും. ഇനി ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻ്റ് എന്നാണ് പറയുക. D ഈക്വൽസ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു എ ചാർജ് Q
ഡി ഈക്വൽസ് ക്യൂ ബൈ 4πr². ഇവിടെ ആ മീഡിയത്തിൻ്റെ എപ്സിലോൺ സീറോ എന്ന് ഈ ഫോർമുലയിൽ വരുന്നില്ല. അപ്പോൾ ഈ ഡി എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി നേച്ചർ ഓഫ് ദി സറൗണ്ടിങ് മീഡിയം ഓർ ദി മീഡിയം ഇൻ വിച്ച് ദി ചാർജ് ഈസ് പ്രസൻറ്റ്. ഡി ഈ ഡിയുടെ പേരാണ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതിൽ ഡി ഇൻറ്റു 4πr² ഈക്വൽസ് ക്യൂ. ഡി 4πr² എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ഫിയറിൻ്റെ ഏരിയ, അപ്പോൾ ഡി ഇൻറ്റു ഏരിയ ഈക്വൽസ് ക്യൂ എന്ന് ഇവിടെ കിട്ടി. അതുകൊണ്ട് നമുക്ക് ഇതിനെ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ തരം ലൈൻസ് പറയുക. ഡിസ്പ്ലേസ്മെൻറ്റ് ലൈൻസ് എന്ന് പറയാം. ഡിസ്പ്ലേസ്മെൻറ്റ് ലൈൻസ് ഡി ഇൻറ്റു എ ഈക്വൽസ്, അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ലൈൻസ് പെർ യൂണിറ്റ് ഏരിയ എന്ന് സങ്കല്പിക്കാം. ദാറ്റ് ഇൻറ്റു ഏരിയ ഇസ് ഈക്വൽ ടു ക്യൂ. ഡി, അപ്പോൾ ഇത് സൈഡ് ഡി ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ലൈൻസ് സൈഡ് ഡി എന്ന് പറയാം ഈക്വൽസ് ക്യൂ. ഇവിടുത്തെ സ്കെയില് നമ്മൾ ഇൻറ്റൻസിറ്റി പറയുമ്പോൾ, ലൈൻസ് ഓഫ് ഫോഴ്സ് പറയുമ്പോൾ ഒരു കുളമ്പ് ചാർജിൽ നിന്നും 1/ε0 ലൈൻസ് ഇറങ്ങിപ്പോകും. ഡിസ്പ്ലേസ്മെൻറ്റ് ലൈൻസിൻ്റെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു കുളമ്പ് ചാർജിൽ നിന്നും ഒരു ലൈൻ ഇറങ്ങിപ്പോകും. അപ്പോൾ ക്യൂ കുളമ്പ് ചാർജിൽ നിന്നും ക്യൂ ലൈൻസ് ഇറങ്ങിപ്പോകും. ആ ക്യൂ ലൈൻസ് എന്ന് പറയുന്നത് ഡി ഇൻറ്റു 4πε0 ഓർ ഡി ഈക്വൽസ് ക്യൂ. ഇതിനെ നമ്മൾ ടോട്ടൽ ഡി ലൈൻസ് അല്ല ലൈൻസ് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വിളിക്കുന്നു. സൈഡ് ഡി ഈക്വൽസ് ക്യൂ. ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി ഈക്വൽസ് ക്യൂ ബൈ 4πε0. ഡി ക്യൂവിൻ്റെ സ്ഥാനത്ത് സൈഡ് ഡി ബൈ എ. അപ്പോൾ ഇതും ഒരു ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. ഇത് ലൈൻസ് ഡി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് പെർ യൂണിറ്റ് ഏരിയ. ഇ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഡി ഈസ് നമ്പർ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ലൈൻസ് പെർ യൂണിറ്റ് ഏരിയ. ഇവിടെ രണ്ടിൻ്റെ സ്കെയിൽ വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. ഒന്ന് 1/ε0 ലൈൻസ് ഒരു കുളമ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നെന്ന് സങ്കല്പിക്കുന്നു. അതിനെ ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നങ്ങ് വിളിക്കും. രണ്ടാമത്തത് ഒരു കുളമ്പ് ചാർജിൽ നിന്ന് ഒരു ലൈൻ ഇറങ്ങിപ്പോകുന്നു എന്ന് സങ്കല്പിച്ചാൽ അതിനെ ലൈൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ല ഡിസ്പ്ലേസ്മെൻറ്റ് ലൈൻസ് എന്ന് വിളിക്കും. ഇതിനെ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വിളിക്കാം. ഡി എ ഇക്കും ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വിളിക്കും. രണ്ടിടത്ത് യൂണിറ്റ് ഡിഫറൻറ്റാണ്. ഇവിടെ യൂണിറ്റ് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിയുടെ യൂണിറ്റ് കുളമ്പ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയാം. ക്യൂ ബൈ 4πr², കുളമ്പ് പെർ മീറ്റർ സ്ക്വയർ. മറ്റേ ന്യൂട്ടൺ പെർ കുളമ്പ്. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ഇ എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ് മീഡിയം ഏതോ അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഇൻറ്റൻസിറ്റി മാറും ഒരു ചാർജിൻ്റെ. ഫ്രീ സ്പേസിലിരിക്കുന്ന ചാർജ് ഉണ്ടാക്കുന്ന ഇൻറ്റൻസിറ്റി അല്ലാതെ എടുത്ത് വെള്ളത്തിൽ വെക്കുമ്പോൾ, കരയിൽ വെച്ച് ഒരാൾ കവാലക്കൂറ്റി നോക്കാൻ അടി കൊടുത്തു, രണ്ടുപേരും വെള്ളത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ട് ഇതേ ശക്തിയിൽ അടിച്ചാൽ ഈ ശക്തി അല്ലല്ലോ അവിടെ വെക്കുന്നത്. അപ്പോൾ മീഡിയം മാറുമ്പോൾ മാറുന്നതാണ് ഇ. മീഡിയം മാറിയാലും മാറാത്തതാണ് ഡി. അത് ചാർജിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഡിസ്റ്റൻസിനെ മീഡിയത്തിൻ്റെ സ്വഭാവം അവിടെ കയറി വരുന്നില്ല. ഇത് നമുക്ക് വളരെ ആവശ്യമുണ്ട്. മുന്നോട്ടുള്ള പോക്കിൽ ഇയെ പോലെ പ്രധാനമാണ് ഡി. ഇനിയും ഈ കാണുന്ന ഗോസ് ലോ, ഇത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ ഓർ ക്രോസിങ് എ സർഫസ്, ക്ലോസ് സർഫസ് എസ്, ദറ്റ് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. ഇത് ഇൻറ്റഗ്രൽ ഫോമിൽ എഴുതിയാൽ ഈ ടോട്ടൽ ഫ്ലക്സ് ഡി എസ് എന്ന് പറയുന്ന ഏരിയ കൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് ഇ ഡോട്ട് ഡി എസ് ആണെന്ന് പറഞ്ഞു എങ്കിൽ, എസ് എന്ന് പറയുന്ന ഒരു ക്ലോസ് സർഫസിൽ കൂടെ കടന്നു പോകുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ്, ദറ്റ് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ, where Q is charge inside this surface. This is Gauss law in electrostatics. Connecting E. ഇതേ ഗോസ് ലോ ഡി വെച്ചും പറയാം. വേണ്ടിയത് ഇത് ടോട്ടൽ ഫ്ലക്സ് ലൈൻസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് associated with a closed surface is equal to Q.
1/ε വരില്ല. അപ്പോൾ അങ്ങനെ അതും ഗോസ്ലോയാ. അത് പറയുമ്പോൾ ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഈക്വൽസ് ക്യൂ. ഇത് ഗോസ്ലോ യൂസിങ് electric displacement vector. This is Gauss law relating or using intensity. ഇനി ആ സർഫസിനകത്തുള്ള വോളിയം വി എന്നിരിക്കട്ടെ, ചാർജ് ഡെൻസിറ്റി റോ എന്നിരിക്കട്ടെ, ചാർജ് പെർ യൂണിറ്റ് വോളിയം റോ എങ്കിൽ ആ മൊത്തം ചാർജ് ആ വോളിയത്തിനകത്തുള്ള ക്ലോസ് സർഫസിനകത്ത് ഉള്ള മൊത്തം ചാർജ് എന്ന് പറഞ്ഞാൽ വോളിയം ഇൻ്റഗ്രൽ ഓഫ് റോ ഡി വി. യൂണിറ്റ് വോളിയത്തിലെ ചാർജ് റോ ആണെങ്കിൽ ഡി വി എന്ന് പറയുന്ന ചെറിയൊരു വോളിയം എടുത്ത ചാർജ് റോ ഇൻറ്റു ഡി വി, എങ്കിൽ വി എന്ന് പറയുന്ന വലിയൊരു വോളിയത്തിലെ ചാർജ് ഇൻ്റഗ്രൽ റോ ഡി വി. അപ്പോൾ ഇത് ഗോസ്ലോ ഇങ്ങനെ പറയാം, സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഡി ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ ഓഫ് റോ ഡി വി. ഇവിടെ നമുക്ക് ഗോസ് ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യാം. വാട്ട് ഈസ് സി? വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഡൈവേർജൻസ് ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ. സോ സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഈക്വൽസ് വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഡൈവേർജൻസ് ഓഫ് ഡി ഡെൽ ഡോട്ട് ഡി ഇൻറ്റു ഡി വി. ഇത് രണ്ടും വോളിയം ഇൻ്റഗ്രൽ ആകുമ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൻസ് ഇക്വേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ചുരുക്കത്തിൽ ഇത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതെടുത്ത് ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസിന് പകരം ഡെൽ ഡോട്ട് ഡി ഡി വി ഈക്വൽസ് വോളിയം ഇൻ്റഗ്രൽ ഓഫ് റോ ഡി വി. ഇത് രണ്ടും വോളിയം ഇൻ്റഗ്രലാണ്. അപ്പം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഈ ഇൻ്റഗ്രലിറ്റി കിട്ടും, ഇൻ്റഗ്രലിറ്റി ഇക്വേറ്റ് ചെയ്യാമല്ലോ. ഡെൽ ഡോട്ട് ഡി ഈക്വൽസ് റോ ഡൈവേർജൻസ് ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ദി വോളിയം ഡെൻസിറ്റി ഓഫ് ചാർജ്. ഇതാണ് Gauss law. In differential form, this is Gauss law in integral form. Gauss law in integral form, Gauss law in differential form. ഇത് രണ്ടും Gauss law തന്നെ. ഇവിടെ ഡി ഉപയോഗിച്ചാണ് പറയുന്നത്. ഇനി ഡിയുടെ സ്ഥാനത്ത് എപ്സിലോൺ 0 ഇൻറ്റു ഇ എന്ന് കൊടുക്കാം. അപ്പോൾ ഡെൽ ഡോട്ട് ഇ ഈക്വൽസ് റോ ബൈ എപ്സിലോൺ 0. താഴത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇ ഈക്വൽസ് ഇൻറ്റൻസിറ്റി ഈസ് നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻസ്. ഇറ്റ് ഈസ് മൈനസ് ഡി വി ബൈ ഡി ആർ ഓർ മൈനസ് ഡെൽ വി. ഇൻറ്റൻസിറ്റി ഈസ് നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻസ്. ഇ ഈക്വൽസ് മൈനസ് ഡെൽ വി. ഇതെടുത്ത് ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഡെൽ ഡോട്ട് ഡെൽ വി മൈനസ് ഉണ്ട് ഈക്വൽസ് റോ ബൈ എപ്സിലോൺ 0 എന്ന് വരുമല്ലോ. ഇയുടെ സ്ഥാനത്ത് ഡെൽ മൈനസ് ഡെൽ വി കൊടുക്കും. മൈനസ് ഡെൽ ഡോട്ട് ഡെൽ വി ഈക്വൽസ് റോ ബൈ എപ്സിലോൺ 0. ഡെൽ ഡോട്ട് ഡെൽ ഡെൽ സ്ക്വയർ എന്ന് പറയും. ഡെൽ സ്ക്വയർ വി മൈനസ് ഡെൽ സ്ക്വയർ വി ഈക്വൽസ് റോ ബൈ എപ്സിലോൺ 0. or del square v equals minus rho by epsilon 0. ഇത് പൊട്ടൻഷ്യലും ഒരു ചാർജ് കോൺഫിഗറേഷൻ്റെ ചാർജ് ഡെൻസിറ്റിയും കൂടെയുള്ള റിലേഷനാണ്. ഇതിനാണ് പോസോൺ ഇക്വേഷൻ എന്ന് വിളിക്കുക. പോയിസൺ എന്ന് ആലോചിച്ചിരിക്കേണ്ട. പോസോൺ ഇക്വേഷൻ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഡെൽ സ്ക്വയർ വി ഈക്വൽസ് മൈനസ് റോ ബൈ എപ്സിലോൺ 0. അടുത്ത പോസിങ് കൂടുതൽ ഇതിൻ്റെ ഡിസ്കഷൻസ് ഉണ്ടാവും. താങ്ക് യു.